ഇപ്പം ഞാൻ പറഞ്ഞതല്ലേ കോടതികൾ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 2 ഈ വ്യാജ ബലാത്സംഗ പരാതി കേസിൽ, ബാക്കി പരാതി കേസിലല്ല, വ്യാജ ബലാത്സംഗ പരാതി കേസിൽ ഞാൻ പറഞ്ഞതല്ലേ കോടതി പറഞ്ഞു, സംശയം പ്രകടിപ്പിച്ചു, അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞു. ഒരു കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞാൽ അതിനർത്ഥം പരാതി വ്യാജമാണെന്നല്ലേ. ഞാൻ ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ. പക്ഷേ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയില്ലേ? ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ? 2 പെൺമക്കളല്ലേ അവിടെ ഉള്ളത്? എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി. പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. എവിടെയാ ഫോട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നടക്കുന്ന കള്ളത്തരത്തിൻ്റെ എക്സ്റ്റെൻറ്റ് ആലോചിച്ച് നോക്കുക. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ്, 16 ദിവസമേ ജയിലിൽ കിടന്നുള്ളൂ. ശ്രീ ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നു. ശ്രീ പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു. ഏത് കോടതിയും ജാമ്യം നിഷേധിക്കുന്നേ. ആ ഫോട്ടോ എന്തായിരുന്നു? ഫോട്ടോഷോപ്പായിരുന്നു. പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്തു തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും?